പ്രഭാഷകൻ അധ്യായം 6. ദുഷ്കീർത്തി അപമാനവും നിന്ദയും ഉളവാക്കുന്നു. കപടഭാഷിക്കും ഇതുതന്നെ പ്രതിഫലം. അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത്, അവ നിന്നെ കാളക്കൂരിനെ പോലെ കുത്തിക്കീറും. അവ നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നീ ഒരു ഉണക്കമരമായി തീരും. ദുഷിച്ച ഹൃദയം അവനവനെ തന്നെ നശിപ്പിക്കുന്നു. ശത്രുക്കളുടെ മുമ്പിൽ അവൻ പരിഹാസപാത്രമായി തീരും. മധുരമൊഴി സ്നേഹിതന്മാരെ ആകർഷിക്കുന്നു. മധുരഭാഷണം സൗഹൃദത്തെ ഉത്തേജിപ്പിക്കുന്നു. എല്ലാവരിലും നിന്ന് സൗഹൃദം സ്വീകരിച്ചുകൊള്ളുക, എന്നാൽ 1000-ഒരുവനിൽ നിന്നേ ഉപദേശം സ്വീകരിക്കാവൂ. പരീക്ഷിച്ചറിഞ്ഞേ സ്നേഹിതനെ സ്വീകരിക്കാവൂ, വേഗം അവനെ വിശ്വസിക്കുകയുമരുത്. സൗകര്യം നോക്കി സൗഹൃദം നടിക്കുന്നവരുണ്ട്, കഷ്ടദിനത്തിൽ അവരെ കാണുകയില്ല. സ്നേഹിതൻ ശത്രുവായി മാറാം, കലഹം പരസ്യമാക്കി നിന്നെ അപമാനിച്ചേക്കാം. തീന്മേശക്കൂട്ടുകാരൻ കഷ്ടദിനത്തിൽ നിന്നോടുകൂടെ കാണുകയില്ല. ഐശ്വര്യത്തിൽ അവൻ നിന്നോട് ഒട്ടി നിൽക്കുകയും നിന്റെ ദാസന്മാരോട് സ്വതന്ത്രമായി ഇടപെടുകയും ചെയ്യും. നിന്റെ തകർച്ചയിൽ അവൻ നിനക്കെതിരെ തിരിയുകയും നിന്നെ ഒഴിഞ്ഞു നടക്കുകയും ചെയ്യും. ശത്രുക്കളിൽ നിന്ന് അകന്നിരിക്കുകയും സ്നേഹിതരോട് സൂക്ഷിച്ചു പെരുമാറുകയും ചെയ്യുക. വിശ്വസ്തനായ സ്നേഹിതൻ ബലിഷ്ഠമായ സങ്കേതമാണ്. അവനെ കണ്ടെത്തിയവൻ ഒരു നിധി നേടിയിരിക്കുന്നു. വിശ്വസ്ത സ്നേഹിതനെ പോലെ അമൂല്യമായി ഒന്നുമില്ല. അവൻ്റെ മാഹാത്മ്യം അളവറ്റതാണ്. വിശ്വസ്തനായ സ്നേഹിതൻ ജീവാമൃതമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവനെ കണ്ടെത്തും. ദൈവഭക്തന്റെ സൗഹൃദം സുദൃഢമാണ്. അവൻ്റെ സ്നേഹിതനും അവനെപ്പോലെ തന്നെ. മകനെ, ചെറുപ്പം മുതലേ ജ്ഞാനോപദേശം തേടുക. വാർദ്ധക്യത്തിലും നീ ജ്ഞാനം സമ്പാദിച്ചുകൊണ്ടിരിക്കും. ഉഴുതു വിതയ്ക്കുന്ന കർഷകനെ പോലെ അവളെ സമീപിക്കുകയും നല്ല വിളവിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക. എന്തെന്നാൽ അവളുടെ വയലിൽ അല്പനേരം അധ്വാനിച്ചാൽ വളരെ വേഗം വിഭവങ്ങൾ ആസ്വദിക്കാം. ശിക്ഷണം ലഭിക്കാത്തവന് അവൾ കർക്കശയാണ്. ബുദ്ധിഹീനന് അവളോടുകൂടെ വസിക്കുക അസാധ്യം. അവൾ അവന് ദുർവഹമായ കല്ലുപോലെയാണ്. അവൻ അവളെ വേഗം ഉപേക്ഷിക്കും. ജ്ഞാനം അവളുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏറെപ്പേർക്കും അപ്രാപ്യാണ്. മകനെ, എൻ്റെ തീരുമാനം സ്വീകരിക്കുക, എൻ്റെ ഉപദേശം നിരാകരിക്കരുത്. നിന്റെ കാലുകൾ അവൾ ബന്ധിക്കട്ടെ, നിന്റെ കഴുത്ത് അവളുടെ ചങ്ങല അണിയട്ടെ. അവളുടെ മുഖത്തിന് ചുമല് താഴ്ത്തുക, അവളുടെ കടിഞ്ഞാൺ കുടഞ്ഞെറിയരുത്. പൂർണ്ണ ഹൃദയത്തോടെ അവളെ സമീപിക്കുക. അവളുടെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കാൻ സർവശക്തിയും പ്രയോഗിക്കുക. അന്വേഷിക്കുകയും തിരയുകയും ചെയ്യുക, അവൾ നിനക്ക് വെളിപ്പെടും. കണ്ടെത്തിക്കഴിഞ്ഞാൽ വിട്ടുകളയരുത്. ഒടുവിൽ അവൾ നിനക്ക് ശാന്തി പ്രദാനം ചെയ്യും. അവൾ നിനക്ക് ആനന്ദമായി പരിണമിക്കുകയും ചെയ്യും. അപ്പോൾ അവളുടെ ബന്ധനം നിനക്ക് സംരക്ഷണവും അവളുടെ ചങ്ങല നിനക്ക് അലങ്കാരവുമായിരിക്കും. അവളുടെ മുഖം സ്വർണ്ണാഭരണവും കടിഞ്ഞാൺ നീലച്ചരടും ആകും. മഹത്വത്തിൻ്റെ നിലയങ്കി പോലെ നീ അവളെ ധരിക്കും. തിളങ്ങുന്ന കിരീടം പോലെ നീ അവളെ അണിയും. മകനെ, മനസ്സ് വെച്ചാൽ നിനക്ക് ജ്ഞാനിയാകാം. ഉത്സാഹിച്ചാൽ നിനക്ക് സമർത്ഥനാകാം. താൽപര്യപൂർവ്വം ശ്രദ്ധിച്ചാൽ അറിവ് ലഭിക്കും. ഏകാഗ്രചിത്തൻ വിവേകിയാകും. മുതിർന്നവരുടെ ഇടയിൽ പക്വമതിയോട് ചേർന്ന് നിൽക്കുക. ദിവ്യഭാഷണം ശ്രവിക്കാൻ മനസ്സിരുത്തുക. ജ്ഞാനസൂക്തമൊന്നും വിട്ടുകളയരുത്. ജ്ഞാനിയായ ഒരുവനെ കണ്ടെത്തിയാൽ അവനെ സന്ദർശിക്കാൻ വൈകരുത്. നിന്റെ പാദങ്ങൾ അവൻ്റെ വാതിൽപ്പടി നിരന്തരം സ്പർശിക്കട്ടെ. കർത്താവിൻ്റെ നിയമങ്ങളെപ്പറ്റി ചിന്തിക്കുക. അവിടുത്തെ പ്രമാണങ്ങളെപ്പറ്റി സദാ ധ്യാനിക്കുക. അവിടുന്ന് തന്നെയാണ് നിനക്ക് ഉൾക്കാഴ്ച നൽകുന്നത്.
നിന്റെ ജ്ഞാനതൃഷ്ണ അവിടുന്ന് ശമിപ്പിക്കും. പ്രഭാഷകൻ അധ്യായം 7. തിന്മ പ്രവർത്തിക്കരുത്, നിനക്ക് തിന്മ ഭവിക്കുകയില്ല. ദുഷ്ടതയിൽ നിന്ന് അകലുക, അത് നിന്നിൽ നിന്നകന്നു പോകും. മകനെ, അനീതിയുടെ ഉഴവുചാലുകളിൽ വിതയ്ക്കരുത്. 7 ഇരട്ടി നീ അതിൽ നിന്ന് കൊയ്യുകയില്ല. കർത്താവിനോട് ഉയർന്ന സ്ഥാനവും രാജാവിനോട് ബഹുമതിയും അപേക്ഷിക്കരുത്. കർത്താവിൻ്റെ മുമ്പിൽ നീതിമാനെന്നും രാജാവിൻ്റെ സന്നിധിയിൽ വിജ്ഞനെന്നും നടിക്കരുത്. അനീതി തുടച്ചു നീക്കാൻ കരുത്തില്ലെങ്കിൽ ന്യായാധിപനാകാൻ ശ്രമിക്കരുത്. ശക്തനെ നീ ഭയപ്പെടുകയും അങ്ങനെ നിന്റെ നീതിനിഷ്ഠ കളങ്കിതമാവുകയും ചെയ്യും. സമൂഹത്തെ നിന്ദിക്കരുത്, ജനങ്ങളുടെ മുമ്പാകെ നിനക്ക് അപകീർത്തി വരുത്തുകയും അരുത്. പാപം ആവർത്തിക്കരുത്, ആദ്യത്തേതുപോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. എൻ്റെ നിരവധിയായ കാഴ്ചകൾ അവിടുന്ന് പരിഗണിക്കും. ഞാൻ അർപ്പിക്കുന്നത് അത്യുന്നതനായ ദൈവം സ്വീകരിക്കും എന്ന് പറയരുത്. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്, ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കരുത്. സന്തപ്ത ഹൃദയനെ പരിഹസിക്കരുത്. ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന ഒരുവനുണ്ട്. സഹോദരനെ ചതിക്കാൻ ശ്രമിക്കരുത്, സ്നേഹിതനോടും അങ്ങനെ തന്നെ. കള്ളം പറയരുത്, കളവ് പറയുന്ന ശീലം നന്മ വരുത്തുകയില്ല. മുതിർന്നവരുടെ മുമ്പിൽ പുലമ്പരുത്, പ്രാർത്ഥനയിൽ വാചാലത വേണ്ട. കഠിനാധ്വാനമോ വയലിലെ വേലയോ വെറുക്കരുത്, അത്യുന്നതൻ നിശ്ചയിച്ചതാണ് അത്. പാപികളുടെ ഗണത്തിൽ ചേരരുത്, ശിക്ഷ വിദൂരത്തല്ലെന്നോർക്കുക. അത്യന്തം വിനീതനാവുക, എന്തെന്നാൽ അധർമ്മിക്ക് അഗ്നിയും പുഴുവുമാണ് ശിക്ഷ. സ്നേഹിതനെ പണത്തിനു വേണ്ടിയോ സഹോദരനെ ഓഫീർ പൊന്നിനു വേണ്ടിയോ കൈമാറരുത്. നല്ലവളും വിവേകിനിയുമായ ഭാര്യയെ ഉപേക്ഷിക്കരുത്, എന്തെന്നാൽ അവളുടെ സ്വഭാവ വൈശിഷ്ട്യം സ്വർണത്തേക്കാൾ വിലയേറിയതാണ്. വിശ്വസ്തനായ ദാസനോടോ സത്യസന്ധനായ വേലക്കാരനോടോ നീചമായി പെരുമാറരുത്. ബുദ്ധിമാനായ ദാസനെ ഹൃദയപൂർവ്വം സ്നേഹിക്കുക, അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തരുത്. നിന്റെ ആടുമാടുകളെ പരിപാലിക്കുക, പ്രയോജനകരമെങ്കിൽ അവയെ സൂക്ഷിക്കുക. നിന്റെ പുത്രന്മാരെ അച്ചടക്കത്തിൽ വളർത്തുക, ചെറുപ്പം മുതലേ അനുസരണം ശീലിപ്പിക്കുക. നിന്റെ പുത്രിമാർ ചാരിത്രവതികളായിരിക്കാൻ ശ്രദ്ധ പതിക്കുക, അതിൽ ആളനമരുത്. പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ വലിയൊരു ചുമതല തീരുന്നു. വിവേകമുള്ള ഒരുവന് വേണം അവളെ നൽകാൻ. ഇഷ്ടപത്നിയെ ഉപേക്ഷിക്കരുത്, ഇഷ്ടമില്ലാത്ത ഭാര്യയെ വിശ്വസിക്കരുത്. പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക, നൊന്തുപെറ്റ അമ്മയെ മറക്കരുത്. മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക. നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും? പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക, അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക. സർവശക്തിയോടും കൂടി സൃഷ്ടാവിനെ സ്നേഹിക്കുക, അവിടുത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത്. കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതനെ ബഹുമാനിക്കുകയും കൽപ്പനപ്രകാരമുള്ള വിഹിതം അവന് നൽകുകയും ചെയ്യുക. ആദ്യഫലങ്ങൾ, പ്രായശ്ചിത്ത ബലി, ബലിമൃഗത്തിൻ്റെ കുറക്, പ്രതിഷ്ഠാബലി, വിശുദ്ധ വസ്തുക്കളുടെ ഓഹരി എന്നിവയാണ് അവൻ്റെ വിഹിതം. ദരിദ്രന് കൈ തുറന്നു കൊടുക്കുക, അങ്ങനെ നീ അനുഗ്രഹപൂർണനാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ഉദാരമായി നൽകുക, മരിച്ചവരോടുള്ള കടമ മറക്കരുത്. കരയുന്നവനിൽ നിന്ന് മുഖം തിരിക്കരുത്, വിലപിക്കുന്നവനോടുകൂടെ വിലപിക്കുക. രോഗിയെ സന്ദർശിക്കുന്നതിൽ വൈമനസ്യം കാണിക്കരുത്,
അത്തരം പ്രവൃത്തികൾ നിന്നെ പ്രിയങ്കരനാക്കും. ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്തത്തെപ്പറ്റി ഓർക്കണം, എന്നാൽ നീ പാപം ചെയ്യുകയില്ല. പ്രഭാഷകൻ അധ്യായം 8. ശക്തനോട് മത്സരിക്കരുത്, നീ അവൻ്റെ പിടിയിൽപ്പെടും. ധനവാനുമായി കലഹിക്കരുത്, അവൻ നിന്നെ നശിപ്പിക്കും. സ്വർണം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, രാജാക്കന്മാരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. വായാടിയോട് വാദിച്ച് അവൻ്റെ അഗ്നിയിൽ വിറകിട്ട് കൊടുക്കരുത്. സംസ്കാരശൂന്യനോട് അധികം അടുക്കരുത്, നിന്റെ പൂർവികന്മാർ കൂടി അപമാനമേൽക്കും. പശ്ചാത്തപിക്കുന്ന പാപിയെ പരിഹസിക്കരുത്, നമുക്കും തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് ഓർക്കണം. വൃദ്ധരെ നിന്ദിക്കരുത്, നമുക്കും പ്രായമാവുകയല്ലേ. ആരുടെയും മരണത്തിൽ സന്തോഷിക്കരുത്, നമുക്കും മരണമുണ്ട്. ജ്ഞാനികളുടെ മൊഴികളെ നിസ്സാരമാക്കരുത്, ആപ്തവാക്യങ്ങൾ ഹൃദിസ്ഥമാക്കുക, അവ നിന്നെ പ്രബോധിപ്പിക്കും. മഹാന്മാരെ സേവിക്കേണ്ടത് എങ്ങനെയെന്ന് നീ ശീലിക്കുകയും ചെയ്യും. വൃദ്ധരുടെ ഉപദേശം ആദരിക്കുക, എന്തുകൊണ്ടെന്നാൽ അവർ തന്നെ തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്നാണ് പഠിച്ചത്. അവരിൽ നിന്ന് നിനക്ക് അറിവ് ലഭിക്കും, അവസരത്തിനൊത്ത് മറുപടി പറയാൻ നിനക്ക് കഴിയും. പാപിയുടെ കനൽ ഊതി കത്തിക്കരുത്, അതിൻ്റെ ജ്വാലയിൽ നീ ദഹിച്ചു പോകും. ഉദ്ധതനോട് കിടമത്സരം വേണ്ട, നിന്റെ വാക്കുകൾ കൊണ്ട് തന്നെ അവൻ നിനക്ക് കെണിയൊരുക്കും. നിന്നേക്കാൾ പ്രബലന് കടം കൊടുക്കരുത്, കൊടുത്താൽ പോയത് തന്നെ. കഴിവിനപ്പുറം ജാമ്യം നിൽക്കരുത്, നിന്നാൽ പണം കരുതിക്കൊള്ളുക. ന്യായാധിപനെതിരെ വ്യവഹരിക്കരുത്, വിധി അവൻ അനുകൂലമായി വരൂ. വഴക്കാളിയോടുകൂടെ നടക്കരുത്, അവൻ നിനക്ക് ഭാരമായി തീരും. അവൻ തോന്നുംപടി നടന്ന് നിന്നെയും അപകടത്തിൽ ചാടിക്കും. ക്ഷിപ്രകോപിയോട് വഴക്കിന് നിൽക്കുകയോ അവനോടൊത്ത് വിജനപ്രദേശത്ത് സഞ്ചരിക്കുകയോ അരുത്. രക്തം ചൊരിയാൻ അവന് മടിയില്ല, സഹായിക്കാൻ ആരുമില്ലെന്ന് കണ്ടാൽ അവൻ അടിച്ചു വീഴ്ത്തും. ഭോഷന്റെ ഉപദേശം തേടരുത്, അവന് രഹസ്യം സൂക്ഷിക്കാനാവില്ല. ഗോപ്യമായിരിക്കേണ്ടതൊന്നും അന്യർ കാണുക ചെയ്യരുത്, അവനത് എങ്ങനെ മുതലാക്കുമെന്ന് ആർക്കറിയാം. എല്ലാവരോടും എല്ലാം തുറന്നു പറയരുത്, അത് നിന്റെ സന്തോഷം കെടുത്തിയേക്കാം. പ്രഭാഷകൻ അധ്യായം 9. ഇഷ്ടപത്നിയോട് അസൂയരുത്, അവൾക്ക് നിന്നെ വഞ്ചിക്കാൻ തോന്നും. സ്ത്രീക്ക് വഴങ്ങരുത്, അവൾ നിന്റെ മേൽ ആധിപത്യം ഉറപ്പിക്കും. സ്വൈരിണിയെ സന്ദർശിക്കരുത്, നീ അവളുടെ വലയിൽ കുടുങ്ങും. അഴിഞ്ഞാട്ടക്കാരിയോട് അടുക്കരുത്, നീ അവളുടെ കുടുക്കിൽപ്പെടും. കന്യകയുടെ മേൽ കണ്ണു വയ്ക്കരുത്, നീ കാലിടറി വീഴും, പരിഹാരം ചെയ്യേണ്ടിയും വരും. കുലടയ്ക്ക് അടിമയാകരുത്, നിനക്കുള്ളതെല്ലാം നഷ്ടപ്പെടും. നഗരവീഥികളിൽ അങ്ങുമെങ്ങും നോക്കി നടക്കരുത്, ആളൊഴിഞ്ഞ കോണുകളിൽ അലയരുത്. രൂപവതിയിൽ കണ്ണു പതിയരുത്, മറ്റൊരുവന് സ്വന്തമായ സൗന്ദര്യത്തെ അഭിലഷിക്കരുത്. സ്ത്രീ സൗന്ദര്യം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്, വികാരം അഗ്നി പോലെ ആളിക്കത്തുന്നു. അന്യന്റെ ഭാര്യയോടൊത്ത് ഭക്ഷണത്തിനിരിക്കരുത്, വീഞ്ഞു കുടിച്ച് മതിക്കുകയും അരുത്. നിന്റെ ഹൃദയം അവളിലേക്ക് ആകൃഷ്ടമാകും, നീ നാശത്തിലേക്ക് തന്നെ വീഴും. പഴയ സ്നേഹിതനെ പരിത്യജിക്കരുത്, പുതിയവൻ അവന് തുല്യനായിരിക്കുകയില്ല. പുതിയ സ്നേഹിതൻ പുതിയ വീഞ്ഞു പോലെ പഴകും തോറും ഹൃദ്യതയേറും. പാപിയുടെ ഭാഗ്യത്തിൽ അസൂയപ്പെടരുത്, അവൻ്റെ അവസാനം നിനക്കറിയില്ലല്ലോ.
അഹങ്കാരിയുടെ വിജയത്തിൽ ഭ്രമിക്കേണ്ട, മരിക്കും മുമ്പ് അവർക്ക് ശിക്ഷ ലഭിക്കും. കൊല്ലാൻ അധികാരമുള്ളവനിൽ നിന്ന് അകന്നു നിൽക്കുക. മരണഭയം നിന്നെ അലട്ടുകയില്ല. അവനെ സമീപിക്കേണ്ടി വന്നാൽ സൂക്ഷിച്ചു പെരുമാറുക, അല്ലെങ്കിൽ അവൻ നിന്റെ ജീവൻ അപഹരിക്കും. അപകട മേഖലയിൽ കെണികളുടെ നടുവിലാണ് നീ ചരിക്കുന്നതെന്ന് ഓർക്കുക. അയൽക്കാരനെ കഴിയുന്നത്ര അറിയാൻ ശ്രമിക്കുക. ജ്ഞാനികളുടെ ഉപദേശം തേടുക. അറിവുള്ളവരോടെ സംസാരിക്കാവൂ. നിന്റെ സംഭാഷണം അത്യുന്നതന്റെ നിയമങ്ങളെപ്പറ്റി ആയിരിക്കട്ടെ. നീതിമാന്മാരോടൊത്തെ ഭക്ഷിക്കാവൂ. കർത്താവിനോടുള്ള ഭക്തിയായിരിക്കണം നിന്റെ അഭിമാനം. ശില്പിയുടെ മഹത്വം തെളിയുന്നത് ശില്പത്തിലാണ്. കഴിവുറ്റ വാഗ്മി ജനത്തെ നയിക്കുന്നു. ഏഷണിക്കാരനെ നഗരത്തിനെല്ലാം ഭയമാണ്. വിടുവായനെ വെറുക്കാത്തവരില്ല. പ്രഭാഷകൻ അധ്യായം 10. ജ്ഞാനിയായ ന്യായാധിപൻ ജനത്തിന് ശിക്ഷണം നൽകുന്നു. അറിവുള്ളവൻ ചിട്ടയോടെ ഭരിക്കുന്നു. ഭരണാധിപനെപ്പോലെ പരിജനം, രാജാവിനെപ്പോലെ പ്രജകളും. വിവരമില്ലാത്ത രാജാവ് ജനത്തിന് വിനാശം. രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിന് നിദാനം രാജാവിൻ്റെ ജ്ഞാനമാണ്. കർത്താവിൻ്റെ കരങ്ങളാണ് ഭൂമിയെ നിയന്ത്രിക്കുന്നത്. അവിടുന്ന് തക്ക സമയത്ത് യോഗ്യനായ ഭരണാധിപനെ നിയമിക്കുന്നു. മനുഷ്യന്റെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ്. നിയമജ്ഞന്റെ മേൽ അവിടുന്ന് ബഹുമതി ചൊരിയുന്നു. എന്തു കുറ്റത്തിനായാലും അയൽക്കാരന് തിന്മ ചെയ്യരുത്. വികാരാവേശം കൊണ്ട് ഒന്നും പ്രവർത്തിക്കരുത്. അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു. അനീതി ഇരുവർക്കും നിന്ദ്യമാണ്. അനീതി, അഹങ്കാരം, അത്യാഗ്രഹം ഇവ മൂലം സാമ്രാജ്യം കൈമാറിപ്പോകുന്നു. പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ അവൻ്റെ ശരീരം ജീർണിക്കുന്നു. നിസ്സാര രോഗമെന്ന് ഭിഷഗ്വരൻ പുച്ഛിച്ചു തള്ളുന്നു. എന്നാൽ ഇന്ന് രാജാവ്, നാളെ ജഡം. മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും കൃമിക്കും വന്യമൃഗങ്ങൾക്കും അവകാശം. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു. ഹൃദയം അവൻ്റെ സ്രഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. അതിനോടൊട്ടി നിൽക്കുന്നവൻ മ്ലേച്ഛത വമിക്കും. അതിനാൽ കർത്താവ് അപൂർവമായ പീഡകളയച്ച് അവനെ നിശേഷം നശിപ്പിക്കുന്നു. കർത്താവ് പ്രബലന്മാരെ സിംഹാസനത്തിൽ നിന്ന് താഴെയിറക്കി വിനീതരെ ഉയർത്തുന്നു. അവിടുന്ന് അഹംഭാവികളെ പിഴുതെറിഞ്ഞ് വിനീതരെ നട്ടുപിടിപ്പിക്കുന്നു. കർത്താവ് ജനതകളുടെ രാജ്യങ്ങൾ സമൂലം നശിപ്പിക്കുന്നു. അവിടുന്ന് അഹങ്കാരികളുടെ അടയാളം പോലും തുടച്ചു മാറ്റുന്നു. അവരുടെ സ്മരണ ഭൂമിയിൽ നിന്ന് മായ്ച്ചു കളയുന്നു. മനുഷ്യന്റെ അഹങ്കാരവും ക്രോധവും സൃഷ്ടാവിൽ നിന്നല്ല. ഏത് വർഗമാണ് ബഹുമാനത്തിനർഹം? മനുഷ്യവർഗം. ഏത് മനുഷ്യൻ കർത്താവിനോട് ഭക്തിയുള്ളവൻ? ഏത് വർഗമാണ് ബഹുമാനം അർഹിക്കാത്തത്? മനുഷ്യവർഗം തന്നെ. ഏത് മനുഷ്യൻ? കർത്തൃകൽപ്പന ലംഘിക്കുന്നവൻ. സഹോദരർ തങ്ങളുടെ തലവനെ ബഹുമാനിക്കുന്നു. കർത്താവാകട്ടെ തൻ്റെ ഭക്തനെയും. ധനവാനും ഉത്കൃഷ്ടനും ദരിദ്രനും ഒന്നുപോലെ ദൈവഭക്തിയിൽ മഹത്വം ആർജിക്കട്ടെ. ബുദ്ധിമാനായ ദരിദ്രനെ നിന്ദിക്കുന്നതും പാപിയെ ബഹുമാനിക്കുന്നതും ശരിയല്ല. പ്രഭുവും ന്യായാധിപനും ഭരണാധികാരിയും ബഹുമാനിക്കപ്പെടുന്നു. എന്നാൽ അവരിലാരും ദൈവഭക്തനോളം ശ്രേഷ്ഠനല്ല. അടിമ ജ്ഞാനിയെങ്കിൽ അവനെ സ്വതന്ത്രനും സേവിക്കും. ബുദ്ധിമാന് അതിൽ പരാതിയില്ല. കർത്തവ്യമനുഷ്ഠിക്കുമ്പോൾ അതീവ സാമർഥ്യം കാണിക്കരുത്. പട്ടിണി കിടക്കുമ്പോൾ അന്തസ്സ് നടിക്കരുത്. അധ്വാനിച്ച് ധാരാളം സമ്പാദിക്കുന്നവനാണ് പൊങ്ങച്ചം പറയുന്ന പട്ടിണിക്കാരനേക്കാൾ ഭേദം. മകനെ, വിനയം കൊണ്ട് മഹത്വം ആർജിക്കുക.
നിലവിട്ട് സ്വയം മതിക്കരുത്. തന്നെ ദ്രോഹിക്കുന്നവനെ ആര് നീതീകരിക്കും? തന്നെ അവഹേളിക്കുന്നവനെ ആര് ബഹുമാനിക്കും? ദരിദ്രൻ വിജ്ഞാനത്താൽ ബഹുമാനം നേടുന്നു, ധനവാൻ ധനത്താലും. ദരിദ്രനായിരിക്കെ ബഹുമാനിക്കപ്പെടുന്നെങ്കിൽ സമ്പന്നനായാൽ എത്രയധികം. സമ്പന്നനായിരിക്കെ നിന്ദിക്കപ്പെടുന്നെങ്കിൽ ദരിദ്രനായാൽ എത്രയധികം. Chapter 6. Say nothing harmful, small or great. Be not a foe instead of a friend. A bad name and disgrace will you acquire, that for the evil man with double tongue. Fall not into the grip of desire, lest like fire it consume your strength. Your leaves it will eat, your fruits destroy, and you will be left a dry tree. For contumacious desire destroys its owner, and makes him the sport of his enemies. A kind mouth multiplies friends, and gracious lips prompt friendly greetings. Let your acquaintances be many, but one in 1,000 your confidant. When you gain a friend, first test him, and be not too ready to trust him. For one sort of friend is a friend when it suits him, but he will not be with you in time of distress. Another is a friend who becomes an enemy, and tells of the quarrel to your shame. Another is a friend, a boon companion, who will not be with you when sorrow comes. When things go well, he is your other self, and lords it over your servants. But if you are brought low, he turns against you and avoids meeting you. Keep away from your enemies. Be on your guard with your friends. A faithful friend is a sturdy shelter. He who finds one finds a treasure. A faithful friend is beyond price. No sum can balance his worth. A faithful friend is a life-saving remedy, such as he who fears God finds. For he who fears God behaves accordingly, and his friend will be like himself. My son, from your youth embrace discipline, thus will you find wisdom with graying hair. As though plowing and sowing, draw close to her, then await her bountiful crops. For in cultivating her you will labor but little, and soon you will eat of her fruits. How irksome she is to the unruly! The fool cannot abide her. She will be like a burdensome stone to test him, and he will not delay in casting her aside. For discipline is like her name. She is not accessible to many. Listen, my son, and heed my advice. Refuse not my counsel. Put your feet into her fetters, and your neck under her yoke. Stoop your shoulders and carry her, and be not irked at her bonds. With all your soul draw close to her, with all your strength keep her ways. Search her out, discover her, seek her, and you will find her. Then when you have her, do not let her go. Thus will you afterward find rest in her, and she will become your joy. Her fetters will be your throne of majesty, her bonds your purple cord. You will wear her as your robe of glory, bear her as your splendid crown. My son, if you wish, you can be taught. If you apply yourself, you will be shrewd. If you are willing to listen, you will learn. If you give heed, you will be wise. Frequent the company of the elders. Whoever is wise, stay close to him. Be eager to hear every godly discourse. Let no wise saying escape you. If you see a man of prudence, seek him out. Let your feet wear away his doorstep. Reflect on the precepts of the Lord. Let his commandments be your constant meditation. Then he will enlighten your mind, and the wisdom you desire he will grant. Chapter 7. Do no evil, and evil will not overtake you. Avoid wickedness, and it will turn aside from you. Sow not in the furrows of injustice, lest you harvest it sevenfold. Seek not from the Lord authority, nor from the king a place of honor. Parade not your justice before the Lord, and before the king flaunt not your wisdom. Seek not to become a judge if you have not strength to root out crime, or you will show favor to the ruler and mar your integrity.
Be guilty of no evil before the city's populace, nor disgrace yourself before the assembly. Do not plot to repeat a sin, not even for one will you go unpunished. Say not, He will appreciate my many gifts, the Most High will accept my offerings. Be not impatient in prayers, and neglect not the giving of alms. Laugh not at an embittered man. Be mindful of him who exalts and humbles. Plot no mischief against your brother, nor against your friend and companion. Delight not in telling lie after lie, for it never results in good. Thrust not yourself into the deliberations of princes, and repeat not the words of your prayer. Hate not laborious tasks, nor farming, which was ordained by the Most High. Do not esteem yourself better than your fellows. Remember, His wrath will not delay. More and more humble your pride. What awaits man is worms. Barter not a friend for money, nor a dear brother for the gold of Ophir. Dismiss not a sensible wife. A gracious wife is more precious than corals. Mistreat not a servant who faithfully serves, nor a laborer who devotes himself to his task. Let a wise servant be dear to you as your own self. Refuse him not his freedom. If you have livestock, look after them. If they are dependable, keep them. If you have sons, chastise them, bend their necks from childhood. If you have daughters, keep them chaste, and be not indulgent to them. Giving your daughter in marriage ends a great task, but give her to a worthy man. If you have a wife, let her not seem odious to you, but where there is ill feeling, trust her not. With your whole heart honor your father, your mother's birth pangs forget not. Remember, of these parents you were born. What can you give them for all they gave you? With all your soul, fear God, revere His priests. With all your strength, love your Creator, forsake not His ministers. Honor God and respect the priest. Give him his portion as you have been commanded. First fruits and contributions, do sacrifices and holy offerings. To the poor man also extend your hand, that your blessing may be complete. Be generous to all the living, and withhold not your kindness from the dead. Avoid not those who weep, but mourn with those who mourn. Neglect not to visit the sick. For these things you will be loved. In whatever you do, remember your last days, and you will never sin. Chapter 8. Contend not with an influential man, lest you fall into his power. Quarrel not with a rich man, lest he pay out the price of your downfall. For gold has dazzled many, and perverts the character of princes. Dispute not with a man of railing speech, heap no wood upon his fire. Be not too familiar with an unruly man, lest he speak ill of your forebears. Shame not a repentant sinner, remember, we all are guilty. Insult no man when he is old, for some of us too will grow old. Rejoice not when a man dies, remember we are all to die. Spurn not the discourse of the wise, but acquaint yourself with their proverbs. From them you will acquire the training to serve in the presence of princes. Reject not the tradition of old men, which they have learned from their fathers. From it you will obtain the knowledge how to answer in time of need. Kindle not the coals of a sinner, lest you be consumed in his flaming fire. Let not the impious man intimidate you. It will set him in ambush against you. Lend not to one more powerful than yourself, and whatever you lend, count it as lost. Go not surety beyond your means. Think any pledge a debt you must pay. Contend not at law with a judge, for he will settle it according to his whim. Travel not with a ruthless man, lest he weigh you down with calamity. For he will go his own way straight, and through his folly you will perish with him. Provoke no quarrel with a quick-tempered man, nor ride with him through the desert. For bloodshed is nothing to him. When there is no one to help you, he will destroy you. Take no counsel with a fool, for he can keep nothing to himself. Before a stranger do nothing that should be kept secret, for you know not what it will engender. Open your heart to no man, and banish not your happiness.
Chapter 9. Be not jealous of the wife of your bosom, lest you teach her to do evil against you. Give no woman power over you to trample upon your dignity. Be not intimate with a strange woman, lest you fall into her snares. With a singing girl be not familiar, lest you be caught in her wiles. Entertain no thoughts against a virgin, lest you be enmeshed in damages for her. Give not yourself to harlots, lest you surrender your inheritance. Gaze not about the lanes of the city, and wander not through its squares. Avert your eyes from a comely woman, gaze not upon the beauty of another's wife. Through woman's beauty many perish, for lust for it burns like fire. With a married woman dine not, recline not at table to drink by her side, lest your heart be drawn to her, and you go down in blood to the grave. Discard not an old friend, for the new one cannot equal him. A new friend is like new wine, which you drink with pleasure only when it has aged. Envy not a sinner's fame, for you know not what disaster awaits him. Rejoice not at a proud man's success. Remember he will not reach death unpunished. Keep far from the man who has power to kill, and you will not be filled with the dread of death. But if you approach him, offend him not, lest he take away your life. Know that you are stepping among snares and walking over a net. As best you can, take your neighbor's measure and associate with the wise. With the learned be intimate. Let all your conversation be about the law of the Lord. Have just men for your table companions. In the fear of God be your glory. Skilled artisans are esteemed for their deftness, but the ruler of his people is the skilled sage. Feared in the city is the man of railing speech, and he who talks rashly is hated. Chapter 10. A wise magistrate lends stability to his people, and the government of a prudent man is well ordered. As the people's judge, so are his ministers, as the head of a city its inhabitants. A wanton king destroys his people, but a city grows through the wisdom of its princes. Sovereignty over the earth is in the hand of God, who raises up on it the man of the hour. Sovereignty over every man is in the hand of God, who imparts his majesty to the ruler. No matter the wrong, do no violence to your neighbor, and do not walk the path of arrogance. Odious to the Lord and to men is arrogance, and the sin of oppression they both hate. Dominion is transferred from one people to another because of the violence of the arrogant. Why are dust and ashes proud? Even during life man's body decays. A slight illness, the doctor jests, a king today, tomorrow he is dead. When a man dies, he inherits corruption, worms and gnats and maggots. The beginning of pride is man's stubbornness in withdrawing his heart from his Maker. For pride is the reservoir of sin, a source which runs over with vice. Because of it God sends unheard-of afflictions and brings men to utter ruin. The thrones of the arrogant God overturns, and establishes the lowly in their stead. The roots of the proud God plucks up, to plant the humble in their place. He breaks down their stem to the level of the ground, then digs their roots from the earth. The traces of the proud God sweeps away, and effaces the memory of them from the earth. Insolence is not allotted to a man, nor stubborn anger to one born of woman. Whose offspring can be in honor? Those of men. Which offspring are in honor? Those who fear God. Whose offspring can be in disgrace? Those of men. Which offspring are in disgrace? Those who transgress the commandments. Among brethren their leader is in honor. He who fears God is in honor among his people. Be it tenant or wayfarer, alien or pauper, his glory is the fear of the Lord. It is not just to despise a man who is wise but poor, nor proper to honor any sinner. The prince, the ruler, the judge are in honor, but none is greater than he who fears God. When free men serve a prudent slave, the wise man does not complain. Flaunt not your wisdom in managing your affairs, and boast not in your time of need.
Better the worker who has plenty of everything than the boaster who is without bread. My son, with humility have self-esteem. Prize yourself as you deserve. Who will acquit him who condemns himself? Who will honor him who discredits himself? The poor man is honored for his wisdom, as the rich man is honored for his wealth. Honored in poverty, how much more so in wealth? Dishonored in wealth, in poverty how much the more?